ഒരു അപ്പത്തോളം ചെറുതായി നമ്മളിലേക്ക് അലിഞ്ഞു ചേരുന്നു. ഈ ലോകത്തുള്ള എല്ലാ തിന്മയെയും നന്മ കൊണ്ട് ജയിക്കുവാൻ ആ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മിലേക്ക് അലിഞ്ഞു ചേർന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് എന്നും ഒരു പ്രചോദനമാവട്ടെ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ സ്വർഗീയ നാദത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വർഗീയ നാദത്തിൻ്റെ ഇന്നത്തെ ആദ്യത്തെ ഗാനം മനമേ യേശുവിൻ പാതുകമാകൂ എന്ന ഗാനമാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണം. ആ ദൈവത്തിനെ പാടിപ്പുകഴ്ത്തുവാൻ കിട്ടുന്ന ഓരോ അവസരവും നമുക്ക് എന്നും പ്രയോജനപ്പെടുത്താം. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും, പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ, പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ, പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര
ഈശ്വര സാധനയിൽ. ഷിബട്ടൻ ഈ ഗാനം ഒരുപാട് പള്ളികളിൽ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി സ്വർഗീയനാഥത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ആലപിച്ചു. ഈ ഗാനത്തെ ആലപിച്ചിരിക്കുന്നത് ദാസേണ്ണ എന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ മ്യൂസിക് ആരാണെന്ന് അറിയില്ല. ഇതിൻ്റെ സംഗീതം ജെർസൺ ആൻ്റണിയാണ്. ഇതിന് കീബോർഡ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. അതാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. AR റഹ്മാൻ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്ത ഈ ഒരു സോങ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാരണമാണത്. അപ്പം ഈ ഒരു സോങ്ങിനെ സംബന്ധിച്ച് പ്രാർത്ഥനയാണ് ഇതിൻ്റെ മെയിൻ വിഷയം. അപ്പം അത് ഉൾക്കൊണ്ട് നമുക്ക് ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത സോങ്ങിലേക്ക് കടക്കാം. അടുത്ത സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സോങ്ങാണ്, വീണ്ടും കാവൽ മാലാഖമാരെ എന്ന സോങ്ങാണ്. ഒരു പക്ഷേ ഒരു ക്രിസ്മസും ഉണ്ടാവില്ല ഈ ഒരു സോങ് പാടാതെ. ഇതിൻ്റെ മ്യൂസിക്കും ലിറിക്സും AJ ജോസഫ് സാറാണ്. സുജാത ചേച്ചി ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.
മെറിൻ വളരെ മനോഹരമായി പാടി. ഒരു താരാട്ട് പാട്ടിൻ്റെ എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു ഗാനം അല്ലേ? അദ്ദേഹത്തിൻ്റെ രചനയും സംഗീതവും ഒന്നിച്ചിണങ്ങിയ ഈ മനോഹരമായ ഗാനം ശരിക്കും ഒരു ക്രിസ്മസ് രാത്രിയുടെ അന്തരീക്ഷം ഇവിടെ ഉണർത്തിയല്ലേ? എന്താ പറയുക, ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ണടച്ച് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, മയങ്ങി. വളരെ നന്നായി പാടി മെറിൻ. ഇനി നമുക്ക് അജിയുടെ ഒരു പാട്ട് കേൾക്കല്ലേ? വളരെ പഴക്കം ചെന്ന ഒരു ഗാനമാണ്. പാടി വാഴ്ത്തുന്ന എല്ലാവരും, പ്രിയനെ നിൻ സ്നേഹം ഓർക്കുന്ന എല്ലാവരും, ദൈവത്തിൻ്റെ സ്നേഹത്തെ കൂടുതൽ ഓർക്കുന്ന ഒരു ഗാനമാണിത്. ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ഗാനം കൂടിയാണ്. ദൈവത്തിൻ്റെ കരം നീട്ടി നമ്മുടെ ജീവിതത്തിൽ എന്ന് നമ്മളെ താങ്ങി നടത്തുന്ന ആ സ്നേഹത്തെ കുറിച്ചിട്ടുള്ള ഈ ഗാനം അടുത്തതായി സ്വർഗീയനാദത്തിലൂടെ നമുക്ക് കേൾക്കാം. പൂർവികയോസേ പൊട്ടക്കിണറതിൽ പൊട്ടിക്കരഞ്ഞൊരു വേദനയിൽ, പൂർവികയോസേ പൊട്ടക്കിണറതിൽ പൊട്ടിക്കരഞ്ഞൊരു വേദനയിൽ നിൻകരം നീട്ടി പൊൻകരം നീട്ടി സകലതും നന്മയായി മാറ്റിയല്ലോ. ആ കരമെന്നും ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തിടുന്നു. പാടി വാഴ്ത്തും എല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കും എല്ലാരും. തോബിയാസിന് സാറയെ നൽകി റബ്ബയേൽ ദൂതനെ തോഴനാക്കി.
കരമെന്നും ആലംബഹീനരാ ഞങ്ങളെ താങ്ങി നടത്തിടുന്നു. പാടി വാഴ്ത്തും എല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കും എല്ലാരും. പാടി വാഴ്ത്തും എല്ലാരും പ്രിയനേ നിൻ സ്നേഹം ഓർക്കും എല്ലാരും. ആത്മാവിൻ മലരെ അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ആത്മാവിൻ മലരെ അപദാനമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൻ മിഴിനീരിൻ പുഴയോരം തന്നിൽ സ്തുതി പാടുന്നു. സ്തുതി പാടുന്നു. സ്തുതി പാടുന്നു. അജിചേട്ടാ, വളരെ മീനിങ് ഫുള്ളായ ഒരു സോങ്ങാണ് അജിചേട്ടൻ ഇപ്പോൾ പാടിയത്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാൻ, എത്ര സ്തുതിച്ചാലും എത്ര വാഴ്ത്തി പാടിയാലും മതി വരാനാകാത്ത അത്രയും സ്നേഹം ദൈവം നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത സോങ്ങിലേക്ക് കടക്കാം. വിമോൾ ചേച്ചി. അടുത്ത ഗാനം നമ്മുടെ വണക്കമാസത്തിന്റെ ഒരു ഗാനമാണ്, മാതാവിന്റെ. എനിക്ക് തോന്നുന്നു എല്ലാ വണക്കമാസ പുസ്തകങ്ങൾ അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉണ്ട്, തിരുഹൃദയത്തിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒത്തിരി പാട്ടുകളുണ്ട്. പലപ്പോഴും അത് പക്ഷെ എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പോൾ ആ പാട്ടിലുള്ള ഒരു ഗാനമാണ് ഇവിടെ പാടാൻ പോകുന്നത്. ധന്യേ വിമലെ മേരി മനോജ്ഞി എന്ന ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം. പുണ്യവരം നിറയും മഹിളേ
ചെമ്മേയണയാമീ സുതരും ധന്യേ വിമലേ മേരി മനോജ്ഞേ പുണ്യവരം നിറയും മഹിളേ. ഈശോ ക്രൂശിലേറിയ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കുമായി തന്ന സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈ വണക്കമാസം നമ്മൾ ആചരിക്കുമ്പോൾ അമ്മയോട് കൂടെ ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. ഈ ലോകത്ത് പാപം ചെയ്യാത്തതായി ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ മനസ്സ് പാപം കൊണ്ട് ഇരുൾ നിറഞ്ഞു പോകുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വലിയൊരു വെളിച്ചം കൊണ്ടുവരുന്നു. എല്ലാവർക്കും ആ വലിയ അമ്മയുടെ സാന്നിധ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർഗീയനാദം ഇവിടെ പൂർത്തിയാക്കാനുള്ള സമയമായിരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച നല്ല കുറേ ഗാനങ്ങളും ചെറിയ ചിന്തകളും ഒക്കെയായി നമുക്ക് കണ്ടുമുട്ടാം. ദൈവത്തിന് സ്തുതി.